അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പിടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml ഈ കപ്പിന് 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെമ്മീൻ വേണം. ചെമ്മീൻ ഒരു 250-300 ഗ്രാം ചെമ്മീൻ എടുക്കാം. ചെമ്മീൻ എത്ര എടുക്കണമെന്ന് കണക്കൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി വേണം. തക്കാളിയും ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചെറുതാക്കിയിട്ട്. പിന്നെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് അതിൽ പെരുംജീരകം, ചെറിയ ഉള്ളി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റിലാണ് ആവശ്യം. അത് നമുക്ക് ചെമ്മീൻ വേവിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി കൊത്തിയരിഞ്ഞ ഉള്ളി, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നോർമലായിട്ടുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇനി പിടി ഉണ്ടാക്കാനുള്ള പൊടി വാട്ടാം. അതിന് ഈ കപ്പിന് 3 കപ്പ് വെള്ളമാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പൊടിയൊക്കെ വെന്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പകുതി മാവ് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചതുക്കുന്ന കല്ലെടുത്തിട്ട്, ഉള്ളിയൊക്കെ ചതുക്കുന്ന കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ പൊടി പെട്ടെന്ന് ചൂടാറും ചെയ്യും. പൊടി നല്ല സ്മൂത്തായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും. നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമാവും ചെയ്യും ഇങ്ങനെ ചെയ്താൽ. ഇനി നമുക്കിത് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്നാണ്ട് കുഴച്ചെടുക്കാം. ചൂടിൽ തന്നെ കുഴക്കുന്നതാണ് നല്ലത്. അധികം ചൂടാറിപ്പോയാൽ മാവ് സ്മൂത്തായി കിട്ടില്ല. മാവ് കറക്റ്റ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി പകുതി ബാക്കിയുള്ള മാവും കൂടെ ഉണ്ട്, അതും ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മാവും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും ചെറുതാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആക്കുക എന്നുള്ളത്. ചെറിയ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിങ്ങനെ നീളത്തിൽ ആക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടി കയ്യിൽ വെച്ചിട്ട് ചെറിയ ഇങ്ങനത്തെ എന്ത് ഷേപ്പായാലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ ബോളാക്കി എടുത്താലും മതി. ഇതുപോലെ നീളം തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ചെറിയ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ എല്ലാ മാവും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആവി കയറ്റി എടുക്കണം. ബാക്കിയുള്ള എല്ലാ മാവും അതുപോലെ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിനൊക്കെ മാറ്റം വരുത്താൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എല്ലാ മാവും എടുത്തിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, പിടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലിത്തട്ടിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കാം. ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് സ്റ്റീമായിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല ആവിയൊക്കെ വന്നിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് അടുത്തതും കൂടെ വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് കറക്റ്റ് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റാണിത് വേവിക്കാനായിട്ട് വെച്ചത്.
ബാക്കിയുള്ളത് കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പും കറക്റ്റ് 10 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുത്ത് എല്ലാം കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നേരത്തെ ചെമ്മീൻ്റെ കറി അതിലേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെമ്മീൻ്റെ ഗ്രേവി അതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പിടി ഇട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്റ്റീം ചെയ്ത കാരണം പിടി ഒട്ടും പൊട്ടി പോവുകയൊന്നും ചെയ്യില്ല. ഇളക്കി കൊടുക്കുമ്പോഴൊന്നും ഒട്ടും പൊട്ടി പോവാതെ തന്നെ കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, പെരുംജീരകം ഇത് മൂന്നും കൂടെ ഒതുക്കി കുറച്ച് വെള്ളമൊഴിച്ച് ഒതുക്കി വെച്ചതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെമ്മീനും പിടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സായി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് കറിവേപ്പില ഇടുന്നത്. അതുപോലെ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിൽ തീരെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ലാസ്റ്റാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ, കറിവേപ്പില അതൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ചെമ്മീൻ്റെയും വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്തെടുക്കാൻ. അതിനൊരു 10-15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് വിളമ്പാൻ പോകണേ. നല്ല എല്ലാം നന്നായിട്ട് മസാലയിലൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഒരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് വിളമ്പാം. കറക്റ്റ് ചെമ്മീനിലും പിടിയിലൊക്കെ നന്നായിട്ട് തേങ്ങൻ്റെ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് 2 കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പിടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.